മതി. നാളെ മുതൽ 9 മണിക്ക് മുമ്പേ ക്ലാസ്സിൽ പോകണം. Yes. Please. അവനിന്നും കുളിച്ചില്ല അല്ലേ? അത് അവന് രാവിലെ ക്ലാസ് കാണും. അതെന്താ മേരി, കുളിച്ചാൽ ക്ലാസ് കേട്ടില്ലേ? ആ ജോസഫിനും മേരിക്കും യേശു ആയിരുന്നു മകൻ. ഈ ജോസഫിനും മേരിക്കും ഞാനും വരുന്നു. പിന്നെ നീ ചാടി ചാടി വരുമ്പോഴേക്ക് രാത്രിയാവും. എനിക്ക് സെന്റ് ജോർജിന് പോവേണ്ടതാ. സോഫി, രാവിലെ തന്നെ ഇറങ്ങിക്കൊള്ളു ഓരോരുത്തന്മാര് ചാന്തിയും ഷഡിയും കാണിച്ചോണ്ട്. അതെ, അമ്മച്ചക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നോക്കിയാ മതി. ടാക്സ് ഒന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ? എന്റെ നമ്പർ, കുട്ടിയുടെ നമ്പർ. എന്തിനാ? ഒരു രസം. എന്റെ നമ്പർ 100. എന്തുവാടാ ഇത്? സെൽഫോൺ കമ്പനിക്കാർ നിനക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ടോ ഇത്രയധികം നമ്പർ എഴുതി വെക്കാനേ? ഏത് പെണ്ണിനെ കണ്ടാലും നീ നമ്പർ ഇട്ട് കൊടുക്കും ഇല്ലേടാ? ഈ ലാത്തി കൊണ്ട് നിന്റെ അണ്ടർവെയർ ഇട്ടൊന്നും കറക്കാനുണ്ടല്ലോ. നിന്റെ നമ്പറും ഉണ്ടാവില്ല, നമ്പർ 1 ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ. യെസ് സർ, ഞാൻ ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് മണിയൂർ ബ്രാഞ്ചിന്റെ മാനേജർ. ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിരിക്കണം. എന്റെ ഡാഡിയാണ്. അത് ശരി. അപ്പൊ സിറ്റിയിലെ കുപ്രസിദ്ധ പൂവാലിന്റെ അച്ഛനായില്ലയോ? ആ, ഇരി ഇരി. വകുപ്പ് 354. പൊന്നുമോൻ 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പത്രത്തിൽ ഫോട്ടോ വേറെയും. നോ സർ, ദേവി ഇത് കേസെടുക്കരുത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സർ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് സാർ, ഈ തവണത്തേക്ക് ഒന്ന് മാപ്പാക്കണം. എന്തിനാടാ നല്ലവനായ ഈ അച്ഛനെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? ആ, നിന്റെ കോപ്പും പേഴ്സും ഒക്കെ എടുത്തിട്ട് പോ. താങ്ക് യു സർ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലെ താങ്കളുടെ ബാങ്കിൽ ലോണുണ്ട്. 3000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മാസത്തെ അടവ് മിസ്റ്റർ ജോസഫ് ഒന്ന് അടച്ചാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. മുറിക്കകത്തുനിന്ന് ഒരു അനുഭവം കേൾക്കുന്നില്ല. ഒന്നും കഴിച്ചിട്ടൂടെ ഇല്ല ഇതുവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ അത്രയ്ക്ക് അങ്ങ് വഴക്ക് പറയണ്ടെന്ന്.
ഇപ്പോഴൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന. അയ്യോ എന്റെ കർത്താവേ, എന്റെ മോനെങ്ങാനും. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കല്ലേ, ഞാൻ നോക്കട്ടെ. വാ മോനെ. ദാ മർഡോണ. മോനെ മോനെ. ദാ നീ സ്റ്റോളെ ഒന്ന് പിടിച്ചു. എന്താ എന്താ കാണാമോ? മോനുണ്ടാകത്ത് പറയുന്നേ. ഫാനിലൊന്നുമില്ല. നല്ലോണം നോക്കിക്കേ. അയ്യോ എന്താ ചെയ്യാ പറയുന്നേ. എന്താ എന്തു പറ്റി? ആഹാരം കഴിച്ചില്ലേലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമാ ചെയ്തത്. വെള്ളം വെള്ളം ടവൽ ടവൽ. Victory! 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 Oh, one time! Victory! പ്രിയമുള്ള നാട്ടുകാരെ, പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ സാഹസിക പരിപാടികളെക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ പരിപാടി. കാരണം ഈ പരിപാടി ശ്രീ ചന്ദ്രൻ അവർകൾ സെക്രട്ടറി ആയിട്ടുള്ള തെരുവ് കുട്ടികളുടെ സംഘടനയായ സേവ് ചന്ദ്രൻ ഫോറത്തിന്റെ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചതുകൊണ്ടാണ്. നല്ല രീതിയിൽ സംഭാവന നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എന്റെ അടുത്ത തെരുവ് മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെക്കാളും മുന്നിട്ടിറങ്ങിയ മൂസാക്കയോടുള്ള നന്ദി ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. മൂസാക്കയെ പോലെ ഇനിയും ഒരുപാട് പേരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ള നാട്ടുകാരെ, സമിതിക്ക് വേണ്ടി പിരിഞ്ഞു കിട്ടിയിട്ടുള്ള 10,000 രൂപ 75 പൈസ ശ്രീ മൂസക്ക പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ജെയിംസ് കുരുവിളക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ചന്ദ്രേട്ടന് വേറെ പണിയൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ പറയടാ, ഫോട്ടോഗ്രാഫർ വന്നില്ല. പിന്നെ പ്രശസ്ത സംവിധായകൻ പണ്ടെങ്ങാണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് 18 നില പൊട്ടുകയും ചെയ്തു. അതിന്റെ പേരും പറഞ്ഞ് നടക്കുക നിന്റെ പപ്പ. എന്തേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണിയില്ല ഡയറക്ടർ അല്ലേ നിന്റെ അപ്പൻ? ഫോട്ടോ ഫോട്ടോ. Prem, take the class. Good morning. Morning. I'm Maradona. മറഡോണ. എനിക്ക് കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാ ഇവിടെ തന്നെ വന്നത്? വേറെയും കരാട്ട ക്ലാസ്സിലുണ്ടല്ലോ. എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ടേ കാര്യമുള്ളൂ. എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടം കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തിയായ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെമ്പിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസ്സുകളുണ്ട്. See you tomorrow morning. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. വിട്.
ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, 24 മണിക്കൂർ തുടർച്ചയായി വെള്ളത്തിൽ പൊന്തിക്കിടന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് ശ്രീ ഖദർ മൂസ. സുഹൃത്തുക്കളെ, 24 മണിക്കൂർ തികയാനിനി വെറും 25 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്ലീസ് സൈലന്റ്. മൂസാഖാന്റെ കോൺസെൻട്രേഷൻ കളയരുത്. സൈലന്റ്. മൂസാഖാന്റെ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ കോൺസെൻട്രേഷൻ തന്നെയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഇലയണിഞ്ഞാൽ പോലും പേടിക്കുന്ന മൂസാഖാനെ നിങ്ങൾ ബഹളം വെച്ച് പേടിപ്പിച്ച് മുക്കിക്കൊല്ലരുത്. ഇതൊരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര, മൂസാഖാനെ മുക്കിക്കൊല്ലല്ലേ. ഒന്ന് മാറി. ഹലോ സർ, ഖാദർ മൂസ അഭ്യാസത്തിനിടയിൽ പാലസ് കുളത്തിൽ മുങ്ങി മരിച്ചു. ശവം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ചെളി ഉള്ളതിനാൽ ആരും കുളത്തിൽ ഇറങ്ങുന്നില്ല. ഉടൻ വരണം സർ. പാലസ് കുളത്തിൽ ഒരു അപകടം. കമോൺ, ഫാസ്റ്റ് ഫാസ്റ്റ്, കമോൺ. ഓ, ഒരു രസം. അയ്യോ, പ്രിയമുള്ളവരെ, എവിടെയോ തീ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫയർ എഞ്ചിൻ വരുന്നുണ്ട്. മാറിക്കൊടുക്കുക. ഒന്നോട്ട് പോട്ടെ, ഫയർ എഞ്ചിൻ പോട്ടെ. മാറു പ്ലീസ്. Oh my God! Come fast, fast! Come on, jump, 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 jump. ആരും പരിഭ്രാന്തരാകണ്ട. തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായി. അതാണ് ഫയർഫോഴ്സ്. എന്താ അക്രമം സാറേ കാണിച്ചത്? മൂസാഖാന്റെ പ്രകടനം തകർത്തില്ലേ? ഇതിന്റെ CD ദീപ്കൊക്കെ കൊടുക്കാന്ന് ഞങ്ങളെ അറ്റാക്കായിരുന്നു. എല്ലാം പൊളിച്ച്. അങ്ങനെയായിരുന്നോ? ഐ ആം സോറി. ഞാൻ കരുതിയത് എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പുകഴ്ത്തി പറയുന്ന 110ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ. ഒരു കാര്യം ഉറപ്പാ, ഈ ബോഡി കണ്ട സ്ത്രീകൾ മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈലല്ലേ? സത്യമാ, പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്താണ്, എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരൽപ്പ ജഗജില്യ. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പോവാൻ പറന്ന് വേറും മണ്ടിയാ. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ മോൻ. മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ നിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കിൽ വെള്ളം ഊർന്നു. എപ്പോ? കുറച്ചു നാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗജില്യ. എന്നെ പോലെ. ഐ ക്യാൻ ഹെൽപ് യു. ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ ഇത് രാത്രി പാലിക്കലക്കി കെട്ടിവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്യാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദ ബെസ്റ്റ്. പുഷ് പുഷ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but once upon a time there was a master. Yes. എന്താ പതിവില്ലാതെ പാലൊക്കെ? പോയിട്ട് വാ, ഇരിയാക്കി തരാം. വണ്ടി ഒന്ന് നിർത്തണോ?
ശരി സാർ. ഇതവനല്ലേ? എന്തുവാടാ അത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈന്? ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാ. നീ വന്നേ. അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. വല്ലാതെ താമസമല്ലോ. ഷെർലി, ഒരു ചായ. ഇനി പാല് വേണ്ട, കെട്ടുവിടുന്നില്ലല്ലോ. നിന്റെ ആന്റിയോട് പറ ഇത് രാത്രി പാലി കലക്കി കെട്ടിയവന് കൊടുക്കാൻ. യു ബ്ലഡി ചീറ്റ്. Come on boys, follow me. അമ്പരപ്പിക്കുന്ന ധീര പ്രകടനം നമ്മുടെ നാടിന്റെ ധീര രോമാഞ്ചവിത. തുടർച്ചയായ 48 മണിക്കൂർ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച് ആ മേരി, ഞാൻ വരാൻ അല്പം താമസിക്കും. അവന്റെ ട്യൂഷൻ സെന്റർ വരെ ഒന്ന് വന്നിരിക്കുക. സാറന്മാരൊക്കെ ഒന്ന് കാണണം. ഓക്കെ, വാ. ധീരതയുടെ പോരാളി, യുവതികളുടെ ഇയാൾക്കിത് എന്തിന്റെ കേടാണ്? ഭ്രാന്താണോ? ഇതെന്ത് പറ്റി? ഇനി എന്ത് പറ്റണം? മൂക്കിന്റെ പാലം തകർന്ന് കണ്ണ് കെട്ടി ബൈക്ക് ഓടിച്ച മൂസാക്കാന്റെ ഫ്രണ്ടിലായിരുന്നല്ലോ ഞങ്ങളുടെ ജീപ്പ്. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു പൂച്ചവട്ടം ചാടി. ഞങ്ങള് സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തില്ല. 48 മണിക്കൂർ തികയാൻ അരമണിക്കൂർ മതിയായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും കണ്ണ് കെട്ടിയുള്ള പരിപാടി ഇതോടെ നിർത്തി. പക്ഷെ അടുത്തത് കിടിലം പരിപാടിയാ. 30 വിഷപ്പാമ്പുകൾക്കൊപ്പം 30 ദിവസം ഒരു ചില്ലുകൂട്ടി. ലിംക ബുക്കിന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊന്നും വേണ്ട മൂസാക്ക, അപകടമാ. പാമ്പല്ലേ, സാരമില്ല. എങ്ങനെങ്കിലും എനിക്ക് പ്രശസ്തനായി ലിംക ബുക്കിൽ ഇടം നേടിയേ പറ്റൂ. നിങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച വ്യക്തിയോട് എനിക്ക് എന്റെ ധീരത തെളിയിക്കണം. മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചോ? എല്ലാ സെറ്റും റെഡി. ഓക്കെ, അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ജലദോഷം. ആ, കൊള്ളാലോ. ശരിക്ക് വിളമ്പി കൊടുക്ക്. കുറച്ച് ഉടുമ്പിന്റെ ഇറച്ചിയോടെ കിട്ടുമെന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ പൈപ്പെ പിടിച്ചു കയറാൻ ശക്തി കിട്ടും. അയ്യോ, അതെങ്ങനെയാ? ചന്ദനം ചാരിയല്ലേ ചന്ദനം മണക്കും. എന്താ ഇപ്പൊ ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ? മടുത്തു ചന്ദ്രേട്ടാ. ഡാഡിയുടെ ചെലവ് പറ്റിയുള്ള ഈ ജീവിതം എപ്പോ നോക്കിയാലും ശപിക്കാനും പരിഹസിക്കാനുമേ അങ്ങേർക്ക് നേരമുള്ളൂ. മമ്മിയെ ഓർത്തിട്ടാ ഞാനൊന്നും പറയാത്തത്. നിന്റെ ഡാഡി അല്ലേടാ. ചന്ദ്രേട്ടന് അറിയാൻ വയ്യാത്തോണ്ടാ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പട്ടാളച്ചിട്ടയ്ക്ക് നിർത്തും പോലുള്ള പെരുമാറ്റം അങ്ങേരുടേത്. അതിരിക്കട്ടെ, നീ എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോകുന്നത്? ഇന്റർനെറ്റ് കഫേ. ഇന്റർനെറ്റ് കഫേ? അതിവിടെ ഒരുപാടെണ്ണം ഇല്ലേ? എത്രയുണ്ടായാലും തികയില്ല ചന്ദ്രേട്ടാ. ഈ ചാറ്റിംഗ്, ഇമെയിൽ എന്നൊക്കെ പറഞ്ഞ് കഫേയിലെത്തുന്ന അധികം പേരും വാതിലടുത്തിരുന്ന് കാണുന്നത് മറ്റതാ. പെൺകുട്ടികൾ വരെ ഓൺ സൈറ്റിന് അഡിക്റ്റാ. ഇടം എടുക്ക. കൂടാതെ ഞാൻ കുറെ മസാല സീഡുകൾ വാങ്ങി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ ജനം ക്യൂ ആയിരിക്കും, ക്യൂ. നീ ഒരു പൂളാനാണല്ലോ. ആട്ടെ, ഇതൊക്കെ ചെയ്യാനുള്ള പൈസ? അതിനല്ലേ ഞാൻ ചന്ദ്രേട്ടന്റെ അടുത്ത് വന്നത്. അത് ശരി. എടാ, പൈസക്കാണോ ബുദ്ധിമുട്ട്? ബാങ്ക് അല്ലേ വീട്ടിലിരിക്കുന്നത്. ഡാഡിയോട് പോയി കൈ നീട്ടാനോ? ഞാനില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് കൊന്നുകളയും. നിന്റെ ഡാഡിയുടെ കേസിൽ നിന്ന് പണം എടുത്ത് തരാനല്ലോ ചോദിക്കുന്നത്. ലോണായിട്ടല്ലേ? ഓരോ മാനേജർമാർ അവർക്ക് ഇഷ്ടമുള്ള എത്ര പേർക്കാണെന്നോ ലോൺ കൊടുക്കുന്നത്. കൊടുക്കാതെ എഴുതി തള്ളുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു ഡാഡി ആണെങ്കിൽ നിനക്ക് ലോൺ തരും. ഷോപ്പ് അഡ്വാൻസിനും ഫർണിഷിങ്ങിനുമായിട്ട് ഒരു 2 ലക്ഷം രൂപ ലോൺ ചോദിക്കേ. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഞാൻ എന്റെ ജാമ്യത്തിൽ ലോണായി വാങ്ങിത്തരാം. ചന്ദ്രേട്ടന്റെ ഈ സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ല. അതൊന്നും സാരമില്ല. നീ ഡാഡിയെ ചെന്ന് കാണും.
ഓഹോ, ഇന്റർനെറ്റ് കാഫേ തുടങ്ങാൻ ലോൺ കൊള്ളാം. എടാ, 2 പേപ്പർ എഴുതിയെടുക്കാൻ കഴിയാത്ത നീയാണോ ഇനി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പോണത്? അത് ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ടാണേലും നടക്കില്ല. അവന്റെ ഒരു ചന്ദ്രേട്ടൻ. ഡാ, പഠിക്കേണ്ട സമയത്ത് പഠിക്കേ, അല്ല ബിസിനസ്സിൽ ലോണെന്നും പറഞ്ഞ് ബാങ്കിൽ വന്ന് കൈനീട്ടുക അല്ല വേണ്ടത്. ഡാഡിയുടെ നയ പൈസ ഇനി എനിക്ക് വേണ്ട. അതില്ലാതെ തന്നെ കഫേ തുടങ്ങാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. കടമുറിക്കുള്ള അഡ്വാൻസ് കൊടുക്കാനും പിന്നെ ഫർണിഷ് ചെയ്യാനുമായിട്ട് 2 ലക്ഷം രൂപ കിട്ടിയാൽ മതി മമ്മി. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ചന്ദ്രേട്ടൻ ലോണായിട്ട് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി മമ്മിയുടെ പേരില് ബാങ്കിലിട്ടിരിക്കുന്ന പൈസ ഇല്ലേ, അതിന്ന് തന്നാ മതി. എന്നാലും ഡാഡി അറിയാതെ ഡാഡി അറിഞ്ഞാ പിന്നെ ഒന്നും നടക്കില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നടന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്തു കളയും. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല മോനെ. ദേ, ഞാൻ പണം തരാം. നിന്റെ ആഗ്രഹം നടക്കട്ടെ. All the best. Thank you. ഞാൻ കഫേയിലേക്ക് പോകും. മമ്മി, ഇതാ കുറച്ച് പൈസ ഉണ്ട്. ഇറച്ചിക്കൊക്കെ എന്താ വില, പ്രത്യേകിച്ച് ഉടുമ്പിന്റെ. മമ്മി, ഇതാ ഒരു സാരി ഉണ്ട്. ആ കമ്പ്യൂട്ടറിന്റെ ലോണൊക്കെ അടച്ചു തീർത്തേക്കണേ. ഞാനാ നിനക്ക് ഗ്യാരണ്ടി. അറിയാലോ ചന്ദ്രേട്ടാ, ഞാൻ അടച്ചോളാം. അത് മതി. Hey man, I need a cabin. I want to chat with my girlfriend. This cabin. Hey. നെറ്റ് കണക്റ്റഡ് ആണോ നോക്കിയതാ. അവന്മാരെ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ചന്ദ്രേട്ടൻ കണ്ടോ, എല്ലാവരും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ടെന്തിനാ കേസും ബുക്കാറുമായിട്ട് കുറെ നാൾ നടക്കാനോ? അവന്മാര് ചുമ്മാ അല്ലോ തല്ലിപ്പൊളിച്ചത്. നീ വൃത്തികേട് കാണിച്ചിട്ടല്ലേ? ചന്ദ്രേട്ടാ, എടാ, ഇപ്പൊ നമ്മുടെ പ്രശ്നം അതല്ല, പണമാണ്. എങ്ങനെയാ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കടക്കാരുടെ കൈ കുടുങ്ങും. ഡാഡി അറിയുന്നതിന് മുമ്പ് മമ്മി തന്ന പൈസ തിരിച്ചു കൊടുക്കണം. അതാ എന്റെ ടെൻഷൻ. അങ്ങേരുടെ മുമ്പിൽ കുറെ ജാട കാണിച്ചതാ ഞാൻ. നീ എന്താ എന്റെ കാര്യം ആലോചിക്കാത്തത്? 2 ദിവസം കഴിഞ്ഞാൽ കടക്കാർ എന്റെ വീട്ടിൽ വന്നു തുടങ്ങും. ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്. ചന്ദ്രേട്ടന്റെ കയ്യിൽ ഈ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ഫണ്ടൊന്നും കാണില്ല. ഒന്ന് പോടാ അവിടുന്ന്. കമ്മിറ്റിക്കാരറിയാതെ അത് തൊടാൻ പറ്റില്ല. മാത്രമല്ല, ഞാനത് ചെയ്യില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി ചന്ദ്രേട്ടൻ കണ്ടുപിടിച്ച് തന്നേ പറ്റൂ. ആരെ കൊന്നിട്ടായാലും ഞാൻ പണം ഉണ്ടാക്കിക്കോളാം. പ്ലീസ്. കുറച്ചു ദിവസമായല്ലോ പോയിട്ട്. അവൻ എവിടെ പോവാന്നാ പറഞ്ഞത്? 2 ദിവസത്തിനകം വരാന്ന് പറഞ്ഞാ പോയത്. ഒന്ന് ഫോണെങ്കിലും വിളിച്ച് പറയാൻ പാടില്ലേ? മനുഷ്യൻ ഇവിടെ കിടന്ന്. ഇതല്ലേ മറഡോണയാ മുതലാളി.
എടോ വായിക്കൊള്ളാത്ത പേരുള്ള ഒരുത്തനില്ലേ ഇവിടെ? ആരാ? മറയും കുറയൊന്നുമല്ല, മർഡോണ. അവൻ എന്റെ മകനാ. ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെ പോയി അറിയില്ല. അത് ശരി. അപ്പ എന്നെ പറ്റിക്കാമെന്നാണ് വിചാരിക്കുന്നതല്ലേ? കണ്ടോ, പേര് നോക്കടാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവനിവിടെ ഇല്ല. കാണിക്കണേ, അവനിവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഇവിടെ വന്നു ചുമ്മാ എന്താ പറയണോ? കണ്ടോ, ഇവരാരൊക്കെ ജോസഫേ? എനിക്കറിയില്ല. അതെ, നേരെയാണെങ്കിൽ രാജനും നേരെയാ. പക്ഷെ ചെറ്റത്തരം കാണിച്ചാലുണ്ടല്ലോ. എന്താ കാര്യം എന്ന് പറ. എടോ, തന്റെ മോനെന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതേ 1-2 രൂപയല്ല, 10 ലക്ഷം രൂപയാ. ഒരാഴ്ച കൊണ്ട് 10,80,000 രൂപ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. ഇപ്പൊ പൈസ ഇല്ല, അവനുമില്ല. കണ്ടാ, ഇത് കണ്ട, അവന്റെ പേരിലുള്ള ഈ വീടിന്റെ ആധാരവും അവൻ എഴുതി തന്ന എഗ്രിമെന്റും. ഇതിന്റെ ഉറപ്പില്ല ഞാൻ അവന് പണം കടം കൊടുത്തത്. കാശ് കൊടുത്താലേ അത് മുതലാക്കാനും രാജനറിയാം. എല്ലാത്തിനെയും വലിച്ച് പുറത്തിട്ടിട്ട് കിട്ടുന്ന വിലക്ക് ഞാനത് വിൽക്കും. നോക്കൂ, നിങ്ങൾ ദയവായി ഇപ്പൊ പോണം. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എനിക്ക് എന്റെ കാശ് കിട്ടണം, എന്നിട്ട് ഞാൻ പോകൂ. തരാം, പക്ഷേ ഇപ്പൊ നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ പോണം പ്ലീസ്. ഇപ്പൊ ഞാൻ പോകുന്നു. എന്റെ പൈസ അങ്ങെത്തിച്ചേക്കണം. ഇനി എന്നൊരു വരവ് കൂടി വരുത്തരുത്. കണ്ടാ? എനിക്ക് മരിക്കണം. താഴെ വീണിട്ട് മരിച്ചില്ലെങ്കിലോ? ഇല്ല, ഞാൻ മരിക്കും. എന്റെ വീട്. ഉറപ്പാ? ഉറപ്പ്. നിങ്ങളാരാ? വാടാ. ഞാനൊരു ഏഞ്ചൽ ജോൺ. യു മീൻ മാലാഖ? എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഈ പ്രപഞ്ചത്തിൽ ചില പ്രത്യേക സമയ മുഹൂർത്തങ്ങളുണ്ട്. ആ സമയത്തെ പ്രാർത്ഥന, ശാപം എല്ലാത്തിനും ദൈവം ഉടനെ ഉത്തരം നൽകും. അത്തരം മുഹൂർത്തങ്ങളിൽ പലരുടെയും പ്രശ്നം നീയായിരുന്നു. ഒരുപാട് പേര് നിന്നെ പ്രാഗിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ശക്തമായിരുന്നു നിന്റെ അമ്മയുടെ വാക്കുകൾ. ഭൂമിയിലെ മാലാഹമാരാണ് അമ്മമാർ, ദൈവത്തിന് പ്രിയപ്പെട്ടവർ. അതിനാൽ നിന്നിലേക്ക് ഞാൻ അയക്കപ്പെട്ടു, നിന്നെ രക്ഷിക്കാൻ. ഈ നശിച്ച ജീവിതം മടുത്തിട്ടാ ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. അവിടെ മനുഷ്യനെ വിടില്ല. അതിരിക്കട്ടെ, എന്നെ രക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തരൂ. എടാ, കുരിശിങ്കൽ തറവാട്ടിലെ ജോസഫിന്റെ മേരിയുടെ മകനായ മറഡോണെ 66 വയസ്സ് വരെ ദൈവം നിനക്ക് ആയുസ് തന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം നീ ശ്രമിച്ചാൽ ഇതിനുള്ളിൽ ദൈവം നിനക്ക് നൽകും. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു ദൈവം. അങ്ങരുടെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ജീവിച്ചു മടുത്തിട്ടാ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയത്. ഇനി എന്റെ വിധി ഞാൻ തീരുമാനിക്കും. അത് ഞാൻ നടപ്പാക്കാൻ പോവാ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ശരി, ഞാൻ നിനക്ക് 2 വഴികൾ കാണിച്ചു തരാം. അതിലേത് നീ തെരഞ്ഞെടുത്താലും അതാണ് നിന്റെ വിധി. ആദ്യത്തേത് 66 വയസ്സ് വരെ സുഖദുഃഖങ്ങളും വിജയപരാജയങ്ങളും നിറഞ്ഞ ദൈവവിധി അനുസരിച്ചുള്ള ഒരു ജീവിതം. അടുത്തത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് സുഖം മാത്രമായുള്ളൊരു ജീവിതം. ഇതാണ് എനിക്ക് വേണ്ടത്. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. പക്ഷെ അങ്ങനെ കിട്ടുമ്പോ നിന്റെ ആയുസ് 66 വയസ്സിന്റെ 1/3 കുറയും. അതെന്താ? ഓരോരുത്തർക്കും ഇന്ന വയസ്സിൽ ഇന്നത് കിട്ടുമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ട്. അതെല്ലാം നീ ഒറ്റയടിക്ക് നേടുമ്പോൾ അതിനനുസരിച്ച് നിന്റെ ആയുസ് കുറയും. ആഗ്രഹങ്ങളാണ് ജീവിക്കാൻ പ്രേരണ നൽകുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് സാധിച്ചാൽ പിന്നെ ജീവിതമില്ല. എന്ത് പറയുന്നു? സാരമില്ല, ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി. നീ ഒന്നുകൂടെ ആലോചിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി പ്ലീസ്. ഓക്കെ, ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും, വരങ്ങൾ പോലെ. മോനെ മറഡോണേ, നിനക്ക് ഒറ്റ നമ്പർ ലോട്ടറി അടിച്ചടാ. ഇനി ഇയാളെ വെച്ച് ഞാനൊരു കളി കളിക്കും. പിന്നെ ഇതെല്ലാം പറഞ്ഞെന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഏഞ്ചലോ കീഞ്ചലോ ഒന്നും ഞാൻ നോക്കില്ല. എന്റെ തനി സ്വഭാവം താൻ അറിയും. റാസ്കൽ.
പേടിപ്പിക്കുന്ന താനെന്നെങ്ങാനും ഇനി വിളിച്ച നിന്റെ ഭാര്യയിലൂരി ഞാൻ ക്രിക്കറ്റ് കളിക്കും. നീ എന്നെ കൊണ്ടാ ചെയ്യിക്കല്ലേ? യു മസ്റ്റ് കോൾ മീ ഏഞ്ചൽ. ഞാൻ തുടങ്ങിയ പിന്നെ അത് തടുക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തനുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കേട്ടടാ മറഡോണെ, ഒരു രസം. അയ്യോ ഞാനെങ്ങനെ ഇവിടെ വന്നു? അയ്യോ ഹെൽപ് മീ, ഹെൽപ് മീ ചേട്ടാ, അയ്യോ രക്ഷിക്കണേ. അയ്യോ അതാരാ ഇന്നലെ വന്നത്? ഏഞ്ചലാണ് വരം തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഭൂതോ പിശാചോ മറ്റോ. അയ്യോ ഭൂതം നിന്റെ മറ്റവൻ. ഞാൻ ജോൺ, ഏഞ്ചൽ ജോൺ. എന്താണ് ഇന്നത്തെ നിന്റെ ആഗ്രഹം? എടാ വരം. അതെന്താ? എന്തും തരുമോ? തരും. എന്ത് ചോദിക്കും? എന്നാ ഒരു 5 ലക്ഷം രൂപ താ. അഞ്ചല 100 കോടി തരുമോ? 100 കോടി? ഇല്ല തരൂല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കല്ലടാ, എനിക്കത് വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു ദിവസം ഒരാഗ്രഹം മാത്രമേ ഞാൻ സാധിച്ചു തരികയുള്ളൂ. മാത്രമല്ല ഒരിക്കൽ സാധിച്ചെന്ന ആഗ്രഹം പിന്നെ ചോദിക്കരുത്, തരില്ല, പറഞ്ഞേക്കാം. എന്തുവാ? എടാ നീ ഇപ്പൊ പണം ചോദിച്ചില്ലേ, ഞാൻ തന്നു. ഇനി പണം ചോദിക്കരുത്, തരില്ല. ഇതെന്തോന്ന് ഏർപ്പാട്? ഇത് ശരിയല്ല ജോണേ. ഏഞ്ചലേ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ പറയണമായിരുന്നു. അത് പിന്നെ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഏഞ്ചൽ ഇന്നലെ പാമ്പായിരുന്നോ? ഞാനല്ലടാ, നീ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പാമ്പായ ഏഞ്ചൽ എങ്ങനെ പറയാൻ വിട്ടുപോകുന്നത്? എടാ നീ ആയിരുന്നല്ലോ പാമ്പ്, ഞാനായിരുന്നല്ലോ പറയേണ്ടിയിരുന്നത്. അതെ. അപ്പൊ പാമ്പായിരുന്നോണ്ടാ ഞാൻ പറയാൻ വിട്ടുപോയത്. ഇതിലിപ്പോ ആരാ പാമ്പ്? അത് ശരി. ഇനിയിപ്പൊ അത് കണ്ടുപിടിക്കാൻ പാമ്പാട്ടിയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? മാർത്താണ്ഡനല്ല, മറഡോണ. മറഡോണ. മറഡോണ ഒരു രസം. മാലാഖ എന്നെക്കാളും തരികടയാണല്ലോ. അടുത്ത വരം ആലോചിച്ച് ചോദിക്കുന്നതാണ് ബുദ്ധി. ഇപ്പൊ കിട്ടിയത് കൊണ്ട് ജാങ്കോ ആക്കാം. Come on, boys. ഹലോ, നിങ്ങളെന്താ ഇവിടെ? ചോദിച്ച കേട്ടില്ലേ? അത് പിന്നെ ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറാ. തന്നോടല്ലോട് ചോദിച്ചാ. അയാൾക്ക് എന്നെ കാണാനും കേൾക്കാനും ഒന്നും പറ്റില്ല. നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാലേ അയാൾ വിചാരിക്കും നിനക്ക് വട്ടാണെന്ന്. വാടകയ്ക്ക് ബെൻസ്, പുതിയ ഡ്രസ്, കുടിക്കാൻ മിരണ്ട. എന്റെ പൈസക്ക് നീ മാത്രം സൂചിച്ചാ മതി. ഒരു രസം. ഇനി എന്നെ എല്ലാരും ഒന്ന് കാണട്ടെ. ഓക്യുപ്പൻസ് എത്ര പേരാണ്? ഒരാൾ, മറഡോണ. അപ്പോ ഇദ്ദേഹം? 2 പേർ. ഞാൻ പിന്നെ ഇവിടെ കിടക്കൂടാ. യുവർ ഗുഡ് നെയിം സർ? ഏഞ്ചൽ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ എന്നുള്ള ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. വാട്ട്സ് യുവർ നെയിം? എഡ്വിൻ. സ്വീറ്റ് നെയിം. പേര് പോലെ തന്നെ സുന്ദരിയുമാണ്. താങ്ക് യു. യുവർ നെയിം? നികിത. നിങ്ങളും സുന്ദരിയാണ്. പ്ലീസ് കം സർ. മതി മതി. പോവാം. ശരി. അല്ല,
മനസ്സിലാവാഞ്ഞത് ചോദിക്കാം. നിങ്ങൾ എപ്പോഴൊക്കെയാ കാണാൻ പറ്റുന്നത്? രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ എന്നെ കാണാൻ പറ്റും. അതെന്റെ ഡ്യൂട്ടി ടൈം. നിങ്ങൾ പരിചയക്കാരാ? അനാവശ്യം പറയരുത്. ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്? താനൊന്നും മിണ്ടാതിരിടോ. ഓ, ഒരു മാസത്തിൽ പിടുത്തക്കാരൻ. അതെ, എന്നെ ആരൊക്കെ എപ്പോഴൊക്കെ എന്തിനൊക്കെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. പുരിഞ്ചതാ വാ. കുളിച്ചിട്ട് വന്ന് കഴിക്കാം. ഏഞ്ചലിനെ ഇതാരാ വിളിക്കുന്നേ? ഹലോ, എങ്ങനെ നമ്പർ ശരിയാണോ എന്നറിയാൻ വിളിച്ചതാണെന്നോ? ആ, ശരിയായ നമ്പർ തന്നെ. ഓക്കെ, എന്നെ പിന്നെ വിളിക്കൂ. ഐ കോൾ യു ലേറ്റർ. ഇവിടെ ആവശ്യമില്ലാത്ത ചില അവന്മാരിയിരിക്കുന്നു. ഓക്കെ. ഏഞ്ചൽ, ആരാ വിളിച്ചത്? എഡ്വിൻ, റിസപ്ഷനിസ്റ്റ്. ഇത്ര പെട്ടെന്ന് അതിനെ വിളിച്ചോ? ഇതപ്പ നമ്പർ കൊടുത്തു. ഏഞ്ചൽ, ഏഞ്ചൽ, അത് പിന്നെ ഇന്ന് രാത്രി ഈ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ലേ? അതെ. നാളത്തെ വരം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചോട്ടെ? എനിക്ക് മുമൈദ് ഖാനെ ഒന്ന് കൊണ്ടുതരുവോ? എടാ, ഇന്ത്യയിലുള്ള ഒരു മാലാഹമാരെ ഇതുവരെ മാമാപ്പട ചെയ്തിട്ടില്ല. സോറി സോറി. ഫുഡ് അത്ര പോരാ, ജ്യൂസ് തരക്കേടില്ല. ഹലോ, റെസ്റ്റോറന്റ്. സോറി സർ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ എന്തുണ്ട്? കോഫിയും ബിസ്ക്കറ്റും ഉണ്ട് സാർ. 10 കോഫി, 10 പാക്കറ്റ് ബിസ്ക്കറ്റ്. എനിക്കൂടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഒന്ന് മതി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഗുഡ്. കരാട്ടെ പഠിക്കാനുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കും. അക്രമങ്ങൾ പെരുകുന്ന ഇക്കാലത്ത് ആത്മരക്ഷയ്ക്കായി ഓരോ പെൺകുട്ടിയും കരാട്ടെ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഭാഗ്യത്തിന്. എന്തിനാടാ എമ്മത്തായി എന്നെ കൊണ്ട് തല്ലിക്കുന്നത്? അങ്ങനെ എന്തായാലും നിന്റെ ഗുരുവല്ലേ? അത് ശരി. അപ്പൊ അവരെന്നെ തല്ലിയതിൽ കുഴപ്പമൊന്നുമില്ലല്ലേ? നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? നീ പൈപ്പ് കൂടെ കയറി അയാളുടെ അടിച്ചതിന്റെ. അപ്പൊ നിന്റെ ഇന്നത്തെ ആവശ്യം എന്നെ കൊണ്ട് മത്തായിയെ തല്ലിക്കണം അല്ലേ? അതെ, തല്ലുന്ന ആക്ഷൻ ഞാൻ കാണിക്കും. അപ്പൊ അവര് കരുതും നീയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിനക്ക് അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം അല്ലേ? അതെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷെ ഐഡിയ കൊള്ളാം, നോക്കണം. ഓക്കെ. ഭാരതത്തിലെ തന്നെ ഒരു മികച്ച കരാട്ടെ മാസ്റ്റർ ആണല്ലോ ഈ എമ്മത്തായി. ഇതാരടാ എന്റെ ശരിക്കുള്ള പേര് വിളിച്ചത്? ഇവനോ? എന്താടാ അന്ന് കിട്ടിയൊന്നും പോരെ? കിട്ടിയത് തിരിച്ചു തരാനാടാ ഈ ഞാൻ വന്നത്. എങ്ങനെ? ഹായ് ഗേൾസ്. ഏഞ്ചലെ, കുഴപ്പമാവോ? എന്ത് കുഴപ്പമാവനടാ? നീ ചെല്ല്. എന്താടാ തായി, തുടങ്ങാം. മാസ്റ്റർ കറി എടാന്നോ? തുടങ്ങിക്കോടാ. എന്തൊരു പൊക്കം.
മതിയടാ. എടാ മാസ്റ്റർ ആയാലും ഒരു മനുഷ്യനല്ലേ? ഏഞ്ചൽ ഇതിൽ ഇടപെടണ്ട. ഓ അത് ശരി. ബിൽ ക്ലിന്റൺ വിത്ത് കൂളിംഗ് ഗ്ലാസ്. എന്തോന്ന് ഏഞ്ചലിന് നാണമല്ലേ ഇമാതിരി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ? അതും ജാങ്കോ പിള്ളേരുടെ ഡ്രസ്. രസം എന്തോന്ന് രസം? ഏഞ്ചലിന് മറ്റേ ഡ്രസ്സുകളാ ചേരുക. ഏത് ടിവിയിലെ മാലാഹമാരെ പോലെ വെള്ള പൈജാമയും ചുപ്പയോ? മതി മതി, സത്യം പറയടാ. ഞാൻ ആ പെൺപിള്ളാരുടെ മുമ്പ് ഷൈൻ ചെയ്തതല്ലേ നിന്റെ പ്രശ്നം? അത് തന്നെ. എനിക്ക് ഷൈൻ ചെയ്യാനാ ഞാൻ ഏഞ്ചലിനോട് ആദർശനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ടോ പെൺപിള്ളേരെ കണ്ടപ്പോ കവാത്ത് മറന്നു. പെൺവിഷയത്തില് മാലാഖമാരും കണക്കാ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് വെക്കരുത്, പറഞ്ഞേക്കാൻ കിട്ടൂല. എന്താഗ്രഹം? കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇതിലും ഭേദം അന്ന് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. വാ, നിന്റെ വിചാരം എന്താടാ? ആത്മഹത്യ വലിയ സംഭവമാണെന്ന്? 100% ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരു വാതിൽ അടയുമ്പോ 100 വാതിലുകൾ വേറെ തുറക്കുന്നുണ്ട്. അടഞ്ഞ വാതിൽ നോക്കി സങ്കടപ്പെട്ടിരുന്ന തുറന്ന വാതിലുകൾ കാണില്ല. മനസ്സിലായോ? എവിടെ നിനക്കൊക്കെ ആ സമയത്ത് ആത്മഹത്യ ചെയ്യാനും ബസ്സിൽ കയറി പെണ്ണുങ്ങളുടെ ചന്തിക്ക് തോണ്ടാനുമല്ലേ സമയം? എന്തൊക്കെ കാര്യത്തിലാടാ നീയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന? അച്ഛനൊന്ന് അടിച്ച, അമ്മയൊന്ന് വഴക്ക് പറഞ്ഞ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ, എന്തിനധികം TV ചാനൽ വേറൊരാളൊന്ന് മാറ്റിയ ഉടനെ ചെയ്യാൻ ആത്മഹത്യ. ഇട ദൈവം തന്ന ജീവൻ നശിപ്പിക്കാൻ വേറെ ആർക്കും അധികാരമില്ല. എന്ത് ദൈവം? 1-ാം നമ്പർ ക്രൂരനാങ്ങിയര്. പണ്ടൊക്കെ മെഴുകുതിരി കത്തിച്ച് എല്ലാ ദിവസവും മുട്ടിന്മേൽ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രയോജനം ഉണ്ടായില്ല. അന്ന് ബൈ പറഞ്ഞതാ ഞാൻ. കണ്ടു പഠിക്കടാ. തോക്കുന്നവനൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാണെങ്കിൽ ഖാദർ മൂസ ആത്മഹത്യ റെക്കോർഡിട്ടാണ്. ഇപ്രാവശ്യം ഖാദർ മൂസൊക്കെ റെക്കോർഡ് ഇടുവോ? ബൈ. അറിഞ്ഞില്ലേ മൂസാക്കനെ പാമ്പ് കടിച്ച്? ഒന്നല്ല 30 പാമ്പുകള് ചില്ലിന്റെ കൂട്ടിനകത്ത് വെച്ച് ആൾക്കാരും ഷൈ ചെയ്യാൻ വേണ്ടി മൂസാക്ക ഒരു പാമ്പിനെടുത്ത് ഉമ്മ വെച്ചു. ഇത് കണ്ടതും വലിയൊരു പാമ്പ് ദേഷ്യത്തോടെ മൂസാക്കനെ വട്ടം ചുറ്റിട്ട് ഒറ്റ കടി. ദേഷ്യോ പാമ്പിനോ? അതെ, എന്റെ ഒരു ഡൗട്ടാ. മൂസാക്ക ഉമ്മ വെച്ചത് കടിച്ച പാമ്പിന്റെ ഭാര്യയായിരിക്കും. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തിന് ഉമ്മ വെച്ചാ ഭർത്താവ് വിടോ? അപ്പൊ ബാക്കി പാമ്പുകളോ? മക്കളായിരിക്കും. സ്വന്തം അമ്മയെ മക്കളുടെ മുമ്പിൽ വെച്ച് ഉമ്മ വെച്ചാ മക്കള് സമ്മതിച്ചോ? മൊത്തത്തിലൊരു ഫാമിലി അറ്റാക്ക് ആയിരുന്നു. അല്പം ധൃതിയുണ്ട്, വണ്ടി കത്തിച്ചുട്ടോ. മൂസാക്കനെ പാമ്പിനെ കഴിക്കണം. അല്ല ഡോക്ടറെ. പൈസയൊക്കെ തീരാറായി. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ലാവിഷാവാൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല. ഏഞ്ചൽ ഉണ്ടല്ലോ കൂടെ. ഇതാര് കുടിച്ചു? അതവിടെ ഇരുന്ന് മെൽറ്റ് ആകുന്ന കണ്ട് ഞാൻ എടുത്ത് കുടിച്ചു. ബില്ല് അവിടെ ഇരിപ്പുണ്ട്. കോൺസെൻട്രേഷൻ കളഞ്ഞു. ഓ, ഈ പിശാചിന് വേറെ പണിയൊന്നുമില്ലേ? പിശാചലടാ, ഏഞ്ചൽ. ഓ സോഫി, എപ്പ കണ്ടാലും കരകര വർത്താനം ഉപദേശിച്ചു. നീ ഫോൺ അറ്റൻഡ് ചെയ്യ്. ഏഞ്ചൽ ചെയ്യടാ. ഹലോ മർഡോണ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ കാര്യം? യെസ്, കം ഇൻ. ആരാ? എന്താ?
ഏതാധാരണവ് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹേ? എന്തോ? ആധാരം എവിടെയെന്ന്? വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല എന്നുറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ? പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അറിയില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ? ഇനി ഇവന്റെ ഈ പൈസ വേണോ തനിക്ക്? കിട്ടിയാൽ ഉപകാരമായിരുന്നു. അയ്യോ വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. നിന്റെ ഒരു വരം കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് വീട്ടിൽ കൊടുത്തിട്ട് വാ. പിന്നെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് എന്നെ വിളിക്കരുത്. എന്തേ? ഒരു പുതിയ തമിഴ് പടം റിലീസായിട്ടുണ്ട്, പോയി കാണണം. ബൈ. ഏഞ്ചൽ ആരുടെ സിനിമയാ? கூட்டி கழிச்சு பாரு, கணக்கு கரெக்டா இருக்கும். என்ன உடம்பு உதறது இல்ல? இது எப்படி இருக்கு? ഒന്ന് ഒളിഞ്ഞു നോക്കിയെന്ന് വിചാരിച്ച് കഫയൊന്നും അടിച്ചു പൊളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ കിട്ടും ഞാൻ. എന്റെ ആധാരം. നിന്റെ ആധാരമാണല്ലേ ഇത്? എന്റെ കയ്യിലിരിക്കട്ടെ. എടാ, എന്റെ ആധാരം നീ ആദ്യം എന്റെ ബൈക്കിൽ എയർ അടിച്ചിട്ട് കൊണ്ടെത്തിക്കടാ, അതിനുശേഷം ആധാരത്തെ പറ്റി ചിന്തിക്കാം. പോടാ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് വെക്കരുത്, പറഞ്ഞേക്കാം, കിട്ടില്ല. എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രസം. അപ്പ എന്നെ ഇഷ്ടമാണല്ലേ? ആ നഗ്നമേനെ പൊങ്ങി വരുന്നത് കാണാൻ ഹരികൊതിയോട് കാത്തുനിന്നു. എന്താ അവൾ വരാത്തത്? വരും. 5 മിനിറ്റ് 43 സെക്കൻഡ്. വെരി പൂർ. മൂടൗട്ടാണ്ട മൂസാക്ക, നമുക്കൊന്നും കൂടി പൊങ്ങാന്നേ. അറിയാല 8 മിനിറ്റ് ആണ് വേൾഡ് റെക്കോർഡ്.
എന്താടാ അറിഞ്ഞോ ജെയിംസ് ക്രിവുള്ള സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടി. കഥയുടെ ത്രെഡ് കേട്ടതും ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുക്കായിരുന്നു. സോഫിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ പൊടി പിടിച്ചു കിടന്ന ജെയിംസ് അച്ചായൻ വരെ പ്രശസ്തനായി. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്കിടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. ഇതിലും ഭേദം ഇക്ക ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണതാ. ഇല്ലടാ സുമേഷ്, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. മയ്യത്തായാലും വേണ്ടില്ല. ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും. നീ കണ്ടോ, ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. എന്നാ കണ്ണാടി കൂട്ടിലിട്ട് പാമ്പുകൾ കൂട്ടക്കടി കടിച്ച ശേഷം ഇതാ സ്ഥിതി. പല പിപിയോ മകുടിയോ അടുത്തൂടെ പോയാ മതി, ഞാൻ പാമ്പിനെ പോലെ ആയിപ്പോ. എന്റെ ദൈവമേ, കത്തി ഉണ്ടായിരുന്നേ അത് മുടർത്തിയേനെ. Yes, Qadar Musa is ready for the battle. Breath holding attempt. Hi Dad. Bye Mom. മർഡോണ, പപ്പയുടെ സിനിമയുടെ പൂജാ കാർഡാ. നിനക്ക് ആദ്യത്തെ കാർഡ്. ഇത് നിന്റെ അല്ല, നമ്മുടെ സുഹൃത്തിനുള്ളതാ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ ഇവിടെ ഇല്ല, വരുമ്പോ ഞാൻ കൊടുത്തോളാം. ആന്റിക്കും അങ്കിളിനോട് കൊടുക്കട്ടെ. പോയി, എല്ലാം പോയി. എന്റെ കമ്പനിയിലെ പൈസ മുക്കി, എന്റെ ഭാര്യനെ പൊക്കി, ആ തെണ്ടി കണ്ണ മുങ്ങി. ഈശ്വര, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അയ്യോ, എന്നെ താഴെ ഇറക്കണേ, ഞാനിപ്പോ ചാവാ. താനാരോ തന്നാരോ അല്ല, ഞാനൊരു ഏഞ്ചൽ, മാലാഖ. എന്റെ അമ്മച്ചി ഒരു രസം.